വെൽക്കം ടു ദിദീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തല്ലോ. അപ്പം അതിൽ ഒരു പണി കിട്ടിയത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നത്. കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ വീഡിയോ എസ്പെഷ്യലി കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. അല്ലാത്തവരിലും ഇത് ചാൻസ് ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്ലാന്റിനെ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി പ്ലാന്റിന്റെ മേലെ ഭാഗമാണ് നോക്കുക, വെള്ളം ജസ്റ്റ് ഒഴിച്ചിട്ടിട്ട് പോവുകയാണ് ചെയ്യാം. അപ്പം ഇൻഡോർ പ്ലാന്റ് ഈ ഒരു റെയിനി സീസണിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഡയറക്റ്റ് ആയിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്നേ. നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ കാണുമ്പം നമുക്ക് എസ്പെഷ്യലി ഈ പ്ലാന്റിന് ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. വേറെ ഒന്നും അല്ല, എറുമ്പാണ്. നമ്മൾ ഭയങ്കര എറുമ്പിന്റെ ശല്യം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ നമുക്ക് കാണാം. കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തണുപ്പിന് വേണ്ടി വരുന്നതാണ്. അതെങ്ങനെ നമുക്ക് എങ്ങനെ അവരെ സേവ് ചെയ്യാം എന്നാണ്. കുറെ കാലം പ്ലാന്റിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. ഇതാ, നമുക്കിതിന് വാട്ടറിങ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ ശരിക്കും പോട്ട് കാണുന്നില്ലേ? ഇതിന്റെ സ്റ്റം ഇങ്ങനെ വരും. ഇത് കണ്ടോ? നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാവും. നമ്മൾ വെള്ളം ഒഴിച്ചു പോകുമ്പോഴൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഇതിനെ ബാധിച്ച് ലാസ്റ്റ് നമ്മളപ്പോൾ ആ പ്ലാന്റ് കംപ്ലീറ്റ്ലി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഒരു തരം വൈറ്റ് കളറിലുള്ള ഒരു പൗഡറിഷ് ആയിട്ടുള്ള, ഇതാ കണ്ടോ, ഈ ഒരു ടൈപ്പിലാണ് ഇത് കാണുന്നത്. ഇവിടെ ഞാനിപ്പം നിങ്ങളെ കാണിച്ചപ്പോൾ തന്നെ വേറെയും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതാണ് നമുക്ക് റെമഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ ഓരോ ഇൻഡോർ പ്ലാന്റും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിത് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഉറുമ്പിന്റെ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളിത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ആവുമ്പോൾ നമുക്ക് നിറയെ ഉറുമ്പാവുമല്ലോ. ഇത് നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ആണ്. ഏതെങ്കിലും ഒരു ടേബിൾ നമ്മൾ എടുക്കുന്നു. നമ്മളൊരു ക്ലോത്ത് വിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേസ്റ്റ് ക്ലോത്ത് നമ്മൾ ഇതിന് വിരിച്ചാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്ലാന്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് എടുത്തും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എസ്പെഷ്യലി റെയിനി സീസണിൽ ഈ മൈക്രോബ്സിനും അതുപോലെ തന്നെ എല്ലാത്തിനും നന്നായിട്ട് ഗ്രോ ആകാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് നമുക്കാണെങ്കിലും വൈറൽ ഫീവറും ഇഷ്യൂസും ഒക്കെ നന്നായിട്ട് വരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം ഞാൻ എടുക്കുന്ന ഈ ഒരു പോട്ടാണ്. ഇതിങ്ങനെ ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കമ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എടുത്ത് ഇളക്കി നോക്കാം, സോയിൽ മെല്ലെ ഇളക്കി നോക്കാം. അപ്പം അതിൽ വൈറ്റ് കളറിൽ പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ എന്തേലും ബ്ലാക്ക് കളറിലുള്ള ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട. അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നില്ല, കാണുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മീഡിയം അസിഡിക് ആണ്. അതുകൊണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. മൈന്യൂട്ടാണ് കൊടുക്കുന്നതെങ്കിലും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തു. അപ്പൊ ഈ പോട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഇതിലൊരു ഇഷ്യൂസും ഇല്ല. ഇതിന് നമുക്ക് സോയിൽ എന്താണോ അത് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇതിന് നമ്മളൊന്നും അപ്ലൈ ചെയ്യണ്ട. ഈ പോട്ട് നമ്മൾ മാറ്റി വെക്കുകയാണേ. അതിനുശേഷം ഞാൻ ഈ ഒരു പോട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നമുള്ള പോട്ട്, നമ്മൾ കണ്ടുപിടിച്ച പോട്ടാണ് ഇത്. ഞാൻ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതിന്ന് ഉറുമ്പുകൾ ഓടി വരുന്നത് കാണാം. നല്ല രീതിയിൽ ഉറുമ്പുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വൈറ്റ് കളറിൽ ഇത് കണ്ടോ, ഇങ്ങനെ വൈറ്റ് കളറിലാണ് ഉറുമ്പ് വരുന്നത്. കണ്ടോ, ഉറുമ്പ് നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഭയങ്കര മോയ്സ്ചർ കണ്ടന്റും ഉണ്ട് ഇതില്. ഉറുമ്പാണെന്ന് തോന്നുന്നു. ഇതിന്റെ എത്രയോ ഡെപ്തില് റൂട്ടിൽ ഇത് പോയി നല്ല രീതിയിലാണ് ഉറുമ്പുള്ളത്. ഓ മൈ ഗോഡ്, ഇതിപ്പോ നമുക്ക് സേവ് ചെയ്യണം. വീട്ടിൽ ഞാൻ വെച്ചു. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, ഇത്ര ഉറുമ്പുണ്ട് ഇതിൻ്റെ അകത്ത്. പുറത്തേക്കൊക്കെ ഉറുമ്പ് വരുന്നുണ്ട്. അതാണ് പുറത്തുനിന്ന് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ചെയ്യുന്നത്. നമുക്ക് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഉറുമ്പ് ഓടി കളിക്കുന്നുണ്ട്, നമ്മുടെ ഇതിലൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള പ്ലാന്റ്സിലേക്കും കൂടെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. കണ്ടോ, താഴെ ഇങ്ങനെ മഞ്ഞ കളറിൽ വരുന്നത് കണ്ടോ, ലീവ്സ് ഒക്കെ
ഇതിനങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ലീഫ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഈ ലീഫ് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പൊ കുറെ കൂടെ കഴിയുന്ന സമയത്ത് ഈ എറുമ്പിന്റെ എണ്ണം കൂടി അവർ റൂട്ടൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് നമ്മൾ അതിനൊരു റെമഡിയും കൊടുക്കാണ്ടിരുന്ന ഈ പ്ലാന്റ് സോയിലായി പോവുകയുള്ളൂ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതിനെങ്ങനെയാ സേവ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളൊരു സൊല്യൂഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് മനസ്സിലാവേ ഇല്ല ഇത് ഹെൽത്തി പ്ലാന്റ് ആണെന്ന് നമ്മൾ കരുതും. പക്ഷെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു കമ്പ് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഇതിലിപ്പോൾ ഉറുമ്പ് മാത്രമേ ഉള്ളൂ, വേറൊരു ഇഷ്യൂസും കാണുന്നില്ല. ചിലതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണാം. ചിലപ്പം ചെറിയ പുറ്റു പോലെയോ അല്ലെങ്കിൽ ചെതലിൻ്റെ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇത് 1000 ml വാട്ടറും, അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 5 ml വിനെഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 5 ml വിനെഗറാണ്. അപ്പം ഇതിന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു സ്പ്രെയർ ആണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിലിങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ 1 ലിറ്ററിന്റെ കുപ്പി എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് 5 ml വിനെഗറാണ്. 5 ml വിനെഗറോ അതല്ലെങ്കിൽ നമുക്ക് നീം ഓയിലോ ആഡ് ചെയ്യാം. നമ്മുടെ നീം ഓയിൽ വേണമെങ്കിലും നമുക്ക് 5 ml ആഡ് ചെയ്യാം. ഞാനിപ്പോ വിനെഗർ നിങ്ങളെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി വിനെഗർ യൂസ് ചെയ്യുമ്പോൾ ചെടിക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാം. കാരണം നമ്മൾ നീം ഓയിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ചെടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ 5 ml ഒരു മെഷറിങ് ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. കുട്ടികളുള്ളവരുടെ വീട്ടിൽ എസ്പെഷ്യലി നമ്മൾ മരുന്ന് കൊടുക്കുന്ന അതാണ്. നമ്മളിതിൽ 5 ml എടുക്കുക. നമ്മൾ ഈ 5 ml എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വാട്ടറിലേക്കാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. നമ്മൾ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് 5 ml വിനെഗർ. ഇത് സാധാരണ സിന്തറ്റിക് വിനെഗർ ആണ്. ഇനി ആപ്പിൾ സിഡർ വിനെഗർ എന്തെങ്കിലും ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ 750 ml വെള്ളത്തിൽ 3/4 ലിറ്ററിൽ മിക്സ് ചെയ്താൽ മതി. അതിന് കുറച്ചും കൂടെ വീര്യം കുറവായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റിന്റെ റൂട്ടിലേക്ക് തന്നെ സ്പ്രേ ചെയ്ത് ഒരു പ്രശ്നവുമില്ല, ഉണങ്ങി പോകുന്നില്ല. കാരണം അതിന്റെ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് അത്ര കുറവായതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. താഴെ കൂടെയൊക്കെ ഉറുമ്പ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ താഴേക്ക് ഇപ്പം ഉറുമ്പുപൊടി ഇടണം തോന്നുന്നു. ഇവിടെ താഴേക്ക് ഉറുമ്പ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ മുറ്റത്തൊന്ന് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാവും. ഞാൻ വീഡിയോ പർപ്പസിനാണ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്തത്. നിങ്ങളപ്പം ചെയ്യുമ്പോൾ മുറ്റത്തുനിന്നൊക്കെ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിന് എവിടെയെങ്കിലും ചെയ്യാൻ നല്ലത്. ഇത് നമ്മൾ എന്നിട്ട് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്താണ് കേട്ടോ ഇതിന്റെ സ്പ്രേ എങ്ങനെയാണെന്നുള്ളത്. ഇത് ചിലപ്പോൾ നാരോ ആയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് പക്ക സ്പ്രേ ആയിട്ട് തന്നെ വരാം. അപ്പൊ ചിലത് നമുക്ക് നേരെ അടിച്ചു കൊടുക്കേണ്ടി വരും ഫോഴ്സിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നോസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് കാണിക്കാം. ഇതിന്റെ ലീഫിൽ ഞാൻ മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് കാണിക്കാം. വള്ളിയുള്ള പ്ലാന്റ് ആയതുകൊണ്ടേ ഇത് പ്രഷർ കയറ്റിയിട്ടാട്ടോ നമ്മൾ അടിക്കാം. മറന്നുപോയതാണ് ഞാൻ. നമ്മൾ പ്രഷർ കയറ്റിയതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കണ്ടോ സ്പ്രേ വരുന്നുണ്ടോ? വീഡിയോയിൽ ഇത് കാണുന്നുണ്ടോ ഇങ്ങനെ വരുന്നത് സ്പ്രേ? എന്തായാലും ഇതാണ് സംഭവം. ഇത് ഞാൻ നല്ല റൂട്ടിൽ തന്നെയാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നതാ. പക്ക റൂട്ടിൽ അടിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണം ഉറുമ്പ് പോണം. അതാണ് നമ്മുടെ പർപ്പസ്. കൊക്കോപീറ്റിൽ ഭയങ്കര പോസിബിലിറ്റി ആണ് കേട്ടോ ഇത് ബാക്കി സൊല്യൂഷൻ ഒന്നും പോലെ അല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കുകയും ചെയ്യാം. ഞാൻ തീരെ ഇതിൽ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ അടിച്ചു കൊടുക്കുന്നു കേട്ടോ. ഉറുമ്പ് ഇപ്പൊ തന്നെ ഒന്ന് വെയിലുണ്ടെങ്കിൽ ആക്ച്വലി ഇളക്കി മറിച്ചിട്ട് നമുക്ക് വെയിലത്തൊക്കെ കൊണ്ടുവയ്ക്കാം. വെയിലില്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നമ്മുടെ കുറെ സിക്ക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചു. നമ്മുടെ ചൈന ഡോൾ ആണ് കേട്ടോ നമ്മൾ റീപ്ലാന്റ് ചെയ്ത റെയിനി സീസണിൽ തന്നെ. പിന്നെ ഇതാ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്ന്. അതുപോലെ നമ്മൾ നീം ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും 5 ml തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കത്തി വെച്ച് നമ്മളൊന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കത്തി വേണമെന്നില്ല, ഒരു കോല് കിട്ടിയാലും മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കണം. കൊക്കോപീറ്റിലാണ് ഇത് അധികം വരാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ ഫൈക്കസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇതിനും ഇതുപോലെ ഒരു പ്രശ്നം കണ്ടു.
ഞാനിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പം ഇത് കണ്ടോ, ഇങ്ങനെ വൈറ്റ് കളറിലാണ് ഇത് കാണുന്നത്. ഇതും ഇതുപോലെ തന്നെ ഒരു ഫംഗൽ ഇഷ്യൂ ആണ് കേട്ടോ. എന്താ ഒരു വൈറ്റ് കളറിൽ കണ്ടല്ലേ, ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല. ഒരു വൈറ്റ് കളറിലുള്ളൊരു പൗഡർ, ഇത് നമ്മൾ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, ഇത് സോയിൽ ഇളക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഉണ്ട്. ലീഫ് മെല്ലെ ഒന്ന് മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സീസൺ ആയതുകൊണ്ട് നമ്മളെല്ലാത്തിലും ചെക്ക് ചെയ്യണം. ഇത് ആക്ച്വലി അത്ര കൊക്കോപീറ്റ് അല്ല ഉള്ളത്, ഇതിൽ മീഡിയം എന്ന് പറയുന്നത് സോയിലാണ്. എന്നിട്ടും ഇവിടെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്കിതൊരു റെയിനി സീസണിൽ കൊക്കോപീറ്റിലാകുമ്പോൾ നല്ല കൂടുതലാണ്, സോയിലാണെങ്കിൽ നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യത്തിൻ്റെ സ്റ്റമ്മ് കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഓരോന്നും ഇനി ഇളക്കി നോക്കൂ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ മൊത്തത്തിൽ കാണിക്കാത്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ ഈ ഒരു സെറ്റപ്പ് ജസ്റ്റ് കാണിക്കാം. ഓൾറെഡി നമ്മളെ വീഡിയോസിലൊക്കെ കാണിച്ചാണ്. പക്ഷെ എന്തെങ്കിലും സിക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും കിട്ടൂല, ഉണങ്ങി പോകുന്നൊക്കെ വിചാരിക്കുന്ന പ്ലാന്റ്സ്, അങ്ങനെ നമ്മുടെ ഒരു പ്ലാന്റ്സിന്റെ കെയർ ഹോം ആണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു സ്പേസ് ആണ്. പിന്നെ വിനെഗർ ആണ് ഇത്. നീം ഓയിൽ, ഇതാ നീമാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് കിട്ടും. അതല്ല നോർമൽ നമ്മുടെ ചെറിയൊരു ബോട്ടിൽ കിട്ടുകയാണെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവും. ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നവും ഉള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പ്ലാന്റ്സ് എല്ലാവരും. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി, ഒന്നാമത് ഈ ഒരു മഴക്കാലത്ത് നമുക്കതൊരു ട്രീറ്റ് ചെയ്ത് കൊണ്ടുനടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണങ്ങി പോകരുതല്ലോ. അതുകൊണ്ട് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാമല്ലോ.